ശമ്പയന മഹർഷി പറഞ്ഞു കൊടുത്തു. ഈ ദുര്യോധനൻ ഈ വിധത്തിലെ ഘോഷയാത്രയ്ക്ക് പുറപ്പെട്ടു. അവിടുന്ന് പാണ്ഡവന്മാരുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട് ജീവനും കിട്ടി തിരിച്ചു പോന്നു. അപമാനിതനായി താന്ന് തോന്നി. ഈ അപമാനിതനായി താന്ന് തോന്നിയിട്ട് തന്നെ മടങ്ങി പോരുമ്പോഴാണ് പ്രായോപദേശം കൊള്ളുകയാണ്. ഇപ്പം താൻ എനിക്കില്ല, മരിക്കാനാണ് പുറപ്പെടുന്നത്, ജീവിക്കാൻ മോഹമില്ല, ആ ചിത്രസേനൻ എന്ന് പറഞ്ഞ ഗന്ധർവന്റെ കൈകൊണ്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രത്യക്ഷമായിട്ട് കർണനോട് പറയുകയും ചെയ്തു. ഈ കർണൻ എന്താ ചെയ്തു വെച്ചാൽ, കർണൻ ഇത് കേട്ടപ്പം ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ദുര്യോധനൻ ഇങ്ങനെ മരിക്കാനായിട്ട് പോകണം, ജീവത്യാഗം ചെയ്യാൻ പുറപ്പെടണം എന്ന് കേട്ടപ്പോഴാണ് അസുരന്മാരെ പുറപ്പെടും എന്ന് പറഞ്ഞത്. അസുരന്മാരെ സ്വപ്നത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട്, സ്വപ്ന ദർശനത്തിലാണെങ്കിലും അസുരന്മാരെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്താ വെച്ചാൽ ഈ ദുര്യോധനൻ മരിച്ചാൽ പിന്നെ അസുരീയതയ്ക്ക് എന്തില്ല, പ്രസക്തി ഇല്ല, അസുരീയമായ ശക്തിക്ക് ഒരു പ്രസക്തി ഇല്ലാണ്ട വരില്ലേ. അപ്പൊ അതുകൊണ്ട് ദുര്യോധനൻ മുമ്പിലുണ്ടാവണം. അപ്പൊ ദുര്യോധനെ ആധാരാക്കിയിട്ടാണ് എല്ലാ പുറപ്പാടും. അപ്പൊ ദുര്യോധനൻ മരിക്കാതെയും തിരിക്കാനായിട്ട് കൃത്യ എന്ന ഒരു രക്ഷസിനെ വിട്ടിട്ടാണ് എന്ത് ചെയ്യിച്ചത്, വരുത്തിക്കലും ഈ ജാതി ഉപദേശമൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല പറയുകയും ചെയ്തു. ഇവരെല്ലാവരും ഈ ആസുരീയമായ അംശത്തിലെ പെട്ട കൂട്ടരാണ്. ഇത് തന്നെയല്ല, ഈ ധൃതരാഷ്ട്രരുടെ മക്കളും 100 പേരും ആസുര സമ്പ്രദായക്കാരാണെങ്കിലും ഭീഷ്മരും ദ്രോണരൊന്നും അതിൽ പെട്ടവരായിരുന്നില്ല. പക്ഷെ അവരിലും ഇപ്പൊ ലേശം ഇത് ഞങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട്, ആസുരീയത കയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തുണ്ടായത്, ഭീഷ്മദ്രോണ കൃപാഭ്യാശ്ച ദാനവാക്രാന്ത ചേതസ, ദാനവാക്രാന്ത ചേതസ്സുകൾ, ദാനവാക്രാന്ത ചേതസ് ആസുരീയമായ ഭാവം ആവേശിച്ച മനസ്സുള്ള കൂട്ടരായതുകൊണ്ട് തഥാ പാണ്ഡുപുത്രാണാം സ്നേഹവന്തോ വിശാംബതേ. അതുകൊണ്ട് ഇപ്പൊ ഈ ഭീഷ്മർക്കും ദ്രോണർക്കും പണ്ടത്തെ മാതിരി പാണ്ഡുപുത്രന്മാരോട് ഒരു മമത തോന്നിക്കൊള്ളണമെന്നില്ല. ശരി തന്നെയാണ്. എന്താ കാരണം, ഇല്ല വെച്ചാൽ പാണ്ഡവന്മാര് ധർമ്മമൂർത്തികളാണ്, നല്ലോണം നിശ്ചല ആളാണ് ഭീഷ്മര്. എന്നിട്ടും ഭീഷ്മർ ആരുടെ കൂടെ നിന്നത്, പാണ്ഡവന്മാരുടെ കൂടെ നിൽക്കട്ടെ, അതൊന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം നിന്നത് ഈ കൗരവന്മാരുടെ കൂടെ തന്നെയാണ്. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ കുറേശ്ശെ കലി അല്ലെങ്കിൽ ആ കലുഷത ആസുരീയത അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കും കയറിയിട്ട് ദ്രോണരുടെ ഉള്ളിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്താ വെച്ചാൽ അതുകൊണ്ട് വിഷാദിക്കരുത്. എന്താ വേണ്ടത്, തസ്മാൻ നൈതത്വയുപപദ്യതേ. ഇങ്ങനൊരു ആസുരീയ കാര്യ സാധ്യത്തിന് ഉദ്ദേശിച്ച് അങ്ങോട്ട് പുറപ്പെട്ട് വന്ന ആളായതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇതിനൊന്നും അമാണ്ടം കാണിക്കരുത്, ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഗമ്യത ഇത്യനുജ്ഞായ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു, ഞാൻ അനുവാദം കൊടുത്തതാണ് ദുര്യോധനെ. ആ ദുര്യോധനാണ് മടങ്ങിക്കുന്നത്. അങ്ങനെയാണ് ദുര്യോധനൻ എന്ത് ചെയ്തത്, ഈ ഉണർന്നു നോക്കിയപ്പം സ്വപ്നദർശനാണ് ഉണ്ടായത് എങ്കിലും അതെന്തായിട്ട് തോന്നി, സത്യദർശനം പോലെ ആർക്ക് തോന്നി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാലേ, ഇപ്പം സ്വപ്നത്തിലിരിക്കെ ദുര്യോധനെ അസുരലോകത്തേക്ക് കൊണ്ടുപോയി ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ കഥയായിട്ട് പറഞ്ഞതിന്റെ സാഹചര്യം എന്താണ്, ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആസുരീയ ഭാവത്തിന്റെ ഒരു രണ്ടാന്തരം സമ്പ്രദായത്തിന്റെ പ്രതിനിധിയാണ്. അതേത് കാലത്തും ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടാവും. ഒരു നന്മയുടെ അംശം ഉണ്ടാവും, തിന്മകളെ നന്മകളാക്കി പ്രകാശിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും ഒക്കെ നമ്മുടെ ലോകത്ത് ഇന്നും നോക്കിക്കോളൂ. ശരിയല്ലേ? ഇത് കണ്ടിട്ടില്ലേ? നമുക്ക് അയ്യോ അങ്ങനെ പാടുണ്ടോ. എന്നാലും ചിലര് ദുഷ്ട സമ്പ്രദായക്കാരെന്നും മുമ്പിൽ ദുഷ്ടത ചെയ്യുന്നവരെന്നും അവർക്കാണ് എല്ലാ സഹായങ്ങളും എല്ലാ സൗജന്യങ്ങളും. സജ്ജനങ്ങളെ എന്നും നിന്ദിച്ചും കൊണ്ടും ഉപദ്രവിച്ചും കൊണ്ടും അപമാനിച്ചും കൊണ്ടും ഇരിക്കും. കൂടുതൽ വിശദമായ വിവരം വേണമെങ്കിൽ പത്രമൊക്കെ നേരെ വായിച്ചോളൂ. ദിവസം ഇങ്ങനെ വായിച്ചാൽ കുറേശ്ശെ വായിച്ചാൽ മനസ്സിലാവും ആരൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്, ആരെയൊക്കെയാണ് നമ്മൾ കൊണ്ടാടുന്നത്. എന്നിട്ട് ഈ കൊണ്ടാടുന്നത് എന്താ ചെയ്യുന്നത്, അവർ ലോകത്തിന് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, ഉപകാരമാണോ ഉപദ്രവമാണോ. ഈ ഉപദ്രവം ചെയ്യുന്നവരെ ശരി, ലോകനാശം ചെയ്യുന്നവരെ നമ്മുടെ മുമ്പിൽ നിർത്തുന്നത് പലപ്പോഴും ശരിയോ തെറ്റോ ആലോചിച്ചോക്കോ. ലോകോപകാരം ചെയ്യുന്ന കൂട്ടർക്ക് എന്നും നിന്ദയും പരിഹാസവും അപമാനവും പുച്ഛവും ലോകത്തിന് ഇതൊക്കെ കാണാം. അത് ഏത് കാലത്തുണ്ട്. അത് നമ്മുടെ ഉള്ളിലും ഉണ്ട്. എന്ത് ആസുരീയമായ ഒരു ഭാവമുണ്ട്, ഈശ്വരീയമായ ഒരു ഭാവമുണ്ട്. ഈ ആസുരീയമായ ഭാവം വർദ്ധിച്ചു വരുമ്പോഴാണ് നുണ പറയാനും ഏഷണി പറയാനും കുശുമ്പ പറയാനും അവിടത്തേത് ഇവിടെ പറയാനും തമ്മിൽ തല്ലിക്കാനും ദുഷ്ടത കാണിക്കാനും ഒക്കെ തോന്നും. അതൊക്കെ ഏതിന്റെ ഭാഗമാണ്, ഈ ആസുരീയതയുടെ ഭാഗമാണ്. ഈശ്വരീയത വരുമ്പോൾ എന്തുണ്ടാവും, സൗമ്യത, സാത്വികത, ഈശ്വരീയത, സത്യം, ധർമ്മം, നീതി, ദയ, സമ്പ്രദായം, സദാചാര നിഷ്ഠ, ഇതൊക്കെ എതിരുണ്ടാവും. ഈശ്വരീയത കൂടുമ്പോഴുണ്ടാവുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഐശ്വര്യതയും ആസുരീയതയും തമ്മിലൊരു തല്ലും ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവും ഉള്ളില്. ഇത് തമ്മിൽ എപ്പോഴും ഒരു തല്ലുണ്ടാവും. എന്താ കാരണം, ഞായറാഴ്ച അല്ലേ ഇന്ന് കുളിക്കണ്ട, ആര് പറഞ്ഞു, ആസുരീയത പറഞ്ഞു. അപ്പൊ ഈശ്വരീയത പറഞ്ഞു അങ്ങനെ പറ്റില്ല, കുളിക്കണ്ടേ, അതിനിപ്പോ എന്താ ഉച്ചയ്ക്ക് കുളിച്ചാൽ മതി, ആര് പറഞ്ഞു, ആസുരീയത പറയും. ഈ ആസുരീയത ജയിക്കുന്നു വെച്ചാൽ അപ്പോൾ വൈകുന്നേരം കുളിക്കും, ഈശ്വരീയത ജയിച്ചാൽ രാവിലെ തന്നെ കുളിക്കും.
കുളിക്ക് എത്ര വലിയ കാര്യമാണ്. വലിയ കാര്യം എന്നല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മര്യാദയിലെ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഏത് വേണമെങ്കിലും എടുത്തോളൂ. എന്തൊരു അപ്പുറത്തെ പറമ്പിൽ നമ്മൾ വരുന്ന വഴിയിൽ എന്ത് കണ്ടിട്ട് നാളികേരം എങ്ങനെ കിടക്കണം, പ്രശ്നമുണ്ട്. എന്ത് വെയിലില്ല പറമ്പിന്, ഇതൊഴിയിൽ ആരും ഇല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആസുരീയത എന്ത് പറയും? എടുത്തോളൂ, നാളികേരം 2 കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഒന്നിനും വില ഉണ്ടാവില്ലെങ്കിലും കിട്ടിയതായില്ലേ, നമുക്കിപ്പോ എന്താ നഷ്ടം? കണ്ടവരെ പറഞ്ഞില്ല, എടുത്തോളൂ. ആര് പറയും? ആസുരീയത പറയും. അപ്പൊ ഈശ്വരീയത പറയും, അയ്യോ ആരെങ്കിലും കണ്ടോ കണ്ടില്ലേ എന്നല്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടേതല്ലാത്തൊരു വസ്തു നമ്മൾ എടുക്കുന്നത് ചെയ്യാൻ പാടില്ല, അതാ എടുക്കരുത്, തുടരുത്. അത് പറയും ഈശ്വരീയത പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ആസുരീയത പറയും, അതിപ്പോ എന്താ, അപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ ഇങ്ങോട്ടോ, പിന്നെ നമ്മൾ മാത്രം അങ്ങനെ നടന്നത്, എല്ലാവരും കള്ളന്മാരാ, പിന്നെ നമ്മൾ ആരിങ്ങനെ ഇതിനെങ്ങനെ സാധൂകരിക്കണം വർത്തമാനാണ് ആര് പറയുള്ളൂ. ആസുരീയത ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈശ്വരീയത പറയും, അരുതട്ടോ, ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ആരെങ്കിലും കണ്ടോ കണ്ടില്ലേ എന്നുള്ളതൊന്നുമല്ല വസ്തുത. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ആര് കണ്ടാൽ എന്താ, കണ്ടില്ലേ വെച്ചാൽ നമ്മൾ ചെയ്തതാൻ ചെയ്യാൻ പാടില്ല, അതാണ് വേണ്ടത്. ആര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈശ്വരീയത. അപ്പൊ ആസുരീയത പറയും, അതൊക്കെ വലിയ പണ്ട് ഇപ്പൊക്കെ അങ്ങനെയാണ്, അപ്പൊ കാലം മാറിയില്ല, ഇയാളൊക്കെ എവിടെയാണ്. ആര് പറയും? ആസുരീയത പറയും. ഇതിന് ഈ ആസുരീയതയാണ് വാദത്തിൽ ജയിക്കണത് വെച്ചാൽ ഇപ്പൊ നാളികേരം കട്ടുകൊണ്ടുപോയി വിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ എന്ത് പറയാം? ആസുര്യ സമ്പ്രദായം. ഇന്ന് നാളികേരം വിറ്റ് നാളെ ബാങ്ക്, ഇന്നിപ്പോ കണ്ടാൽ നാളികേരം കട്ടുകൊണ്ടുപോയി വിറ്റ് നാളെ ഇപ്പം വാഴക്കൊല, മറ്റന്നാള് അതിന്റെ പിറ്റേന്ന് പിന്നെ ജ്വല്ലറി, പിന്നെ ബാങ്ക്, പിന്നെ വലിയ വലിയ സാധനങ്ങൾ, അങ്ങനെ വലിയ പേരെടുത്ത ആളാവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എടുക്കില്ല. അതിപ്പോ മുമ്പിൽ ഇനി കുടുംബത്തിന്റെ കൊണ്ടുവന്ന് തന്നെ അന്യന്റെ വസ്തു നമ്മൾ എടുക്കാൻ പാടില്ല എന്നെ ആ ഉള്ളിൽ ഈശ്വരീയ വർത്തമാനത്തിനനുസരിച്ച് ജീവിക്കണോൻ സമ്പത്തും പ്രതാപവും വലിയ സൗന്ദര്യം വലിയ ആർഭാടവും 2 നേരം സദ്യ ഉണ്ട്, ജീവിതമൊന്നും ഇല്ലെങ്കിലും എന്ത് പേരിലുണ്ടാവും? നിഷ്ഠയുള്ളവനാണ്, സത്യമുള്ളവനാണ്. ഒരു കാലത്ത് എന്തുണ്ടാവില്ല. അയാൾക്ക് കണ്ണൂർക്കും വിയ്യൂർക്കും പൂജപ്പരയിലും പോയി കിടക്കണ്ട. അവിടെ അച്ചോളോ ചെമ്മങ്ങൾ അവിടെ അല്ലല്ലോ, ചെമ്മങ്ങളെ എങ്ങോട്ടല്ലേ കൊടുത്തത്? അതല്ല, പോയി കിടക്കേണ്ടതായിട്ട് വരില്ല. എന്തുകൊണ്ട്? ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞു നീക്കേണ്ടി വരില്ല. ധാരാളം വലിയ ഉടുപ്പും നടപ്പൂണും പലഹാരം കഴിച്ച വലിയ കേമത്തരം പണം ഗീശയിൽ സഞ്ചിയിലൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സംഗതി ഉണ്ട്, അന്തസ് എന്ന് പറയുന്നത്. കാരണം എവിടെയും തല കുലിക്കേണ്ട മുമ്പിൽ നിൽക്കുന്ന സത്യത്തിന്റെ ഒരു വാക്കിന്റെ ശക്തി, ഒരു മഹിമ അദ്ദേഹത്തിന്റെ ഏത്തക്കാലത്തും ഉണ്ടാവും. ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞ വാക്കായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടോ? അകത്ത് സത്യത്തിന്റെ വെളിച്ചം ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്കിന് ശക്തി ഉണ്ടാവും. ശരിയല്ലേ? അദ്ദേഹം ധർമ്മനിഷ്ഠനായിട്ട് ലോകം അവസാനിച്ചാലും ആ പേരവിടെ ഉണ്ടാവും, ലോകത്തുണ്ടാവും. മറ്റേത് നശിച്ച് ചീത്തപ്പേരുണ്ടാക്കി അവനവനും കുടുംബത്തിനും നാടിനും ചീത്തപ്പേരുണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ പെരുങ്കള ഉണ്ടെങ്കിൽ ഇല്ലേ, പിറ്റേന്നാൾ എന്തുണ്ടാവും? നിൽക്കില്ല പെരുങ്ക. അപ്പൊ പിന്നെ നമ്മുടെ അറിയുന്ന ആൾക്ക് വിളിക്കുക, അങ്ങയുടെ നാട്ടില് പോയി ഏതോ ഒരുത്തം പെരുങ്കള്ളം ചീത്തതാക്കാരൻ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഈ പേര് വരില്ല, കടലാസിൽ നമ്മുടെ സ്ഥലപ്പേര് വരും. അങ്ങയുടെ നാട്ടിലാണല്ലോ ഈ പേര് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ മോശമല്ലേ? ഇപ്പൊ ഇത് കുടുംബത്തുള്ളവർക്ക് മോശം, നമ്മുടെ നാട്ടില് ഇല്ല ആ നാടിന്റെ പേര് കേൾക്കും എല്ലാ രീതിയിലും മോശം. ഇങ്ങനെ നാടിന്റെയും വീടിന്റെയും സ്വന്തം പേരും ചീത്തയാക്കിയിട്ട് സമ്പ്രദായം. അതുകൊണ്ടാ പറഞ്ഞത് ആസുരീയത ഈശ്വരീയത എന്ന് പറഞ്ഞത് ലോകത്തുണ്ട്, വ്യക്തിയിലും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഈ ദേവാസുര യുദ്ധം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർണ്ണിക്കും ഇതിഹാസ പുരാണങ്ങളിലൊക്കെ. നമ്മൾ വിചാരിച്ചത് ദേവന്മാരെ അസുരന്മാരെ നിൽക്കണോ, കൊമ്പമീശക്കാര് ദേവന്മാര്, ക്ലീൻ ഷേവ് അല്ല, കൊമ്പമീശക്കാര് അസുരന്മാര്, മറ്റേത് ഇങ്ങനെയൊക്കെയല്ല. അതൊന്നുമല്ല ഇതിന്റെ കണക്ക്. അതൊക്കെ രൂപഭേദങ്ങൾ ചിത്രകാരന്മാര് വരയ്ക്കുന്നേ ഉള്ളൂ. പക്ഷേ അകത്തിരിക്കണേ ഈ ആസുരീയതയുടെയും ഈശ്വരീയതയുടെയും ജയപരാജയങ്ങളാണ് എന്ത് പറയുന്നത്. അപ്പൊ ഏതാ ജയിക്കണം വെച്ചാൽ അതിനനുസരിച്ചിരിക്കും സ്വഭാവം. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഭഗവത്ഗീത വായിച്ചോളൂ. അവിടെ പറയും ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. എന്താണ് ദൈവാസുര സമ്പദ് വിഭാഗ യോഗ? ചർച്ച ദൈവീ സമ്പത്ത്, ആസുരീ സമ്പത്ത്. നമുക്ക് ആകെ ഒരു സമ്പത്തേ ഉള്ളൂ, 1-ാം തീയതി ബാങ്കിൽ വരുന്നത്. ആ സമ്പത്തല്ല, അത് വേറെ. നമുക്കെങ്ങനെ ലോകത്തില് കുമ്പളങ്ങ മത്തങ്ങ വാങ്ങാനുള്ളത് ഇതല്ല. ഇത് ദൈവീ സമ്പത്ത്, ആസുരീ സമ്പത്ത്. ദൈവീ സമ്പത്ത് വെച്ചാൽ നന്മകള്, ആസുരീ സമ്പത്ത് വെച്ചാൽ ദുഷ്ടതകളുടെ 2 എല്ലാ ആ 2ന്റെയും കൂടി ഒരു പ്രതിപാദനം കൂടി എന്തിലുണ്ട്. ഈ ദുര്യോധനനെ ആസുരീയ കൂട്ടര് കൊണ്ടുപോയി എന്നും ആസുരീയതയില് ഉപദേശിച്ചു എന്നും ജീവത്യാഗം ചെയ്യരുതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ജീവത്യാഗത്തിനൊക്കെ ഉപേക്ഷിച്ചു പോന്നു. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ സത്യന്തേ പ്രതിജാനാമി
അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. സത്യം തേ പ്രതിജാനാമി, ഞാൻ സത്യമായിട്ട് പറയാണ്. എന്തുണ്ടാവും? അസുരന്മാര് പറഞ്ഞതാണ്. വധിഷ്യാമി രണേ അർജുനം. കർണൻ പറഞ്ഞു. കർണനാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അങ്ങ് ഒരിക്കലും പേടിക്കരുത്, മരിക്കരുത്. അങ്ങ് എന്തിനാ മരിക്കണത്? ഞാൻ ഇല്ല അങ്ങയുടെ കൂടെ. അതുകൊണ്ട് ഈ കർണൻ ഞാൻ പറയാണ്, അർജുനനെ യുദ്ധത്തിൽ ഞാൻ കൊല്ലും. ആര് വിശ്വസിച്ചു? ദുര്യോധനൻ. കുറച്ചു നേരത്തെ നമ്മൾ കണ്ടത് കർണൻ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? മുണ്ടിന്റെ വക്ക് വലിച്ച് അരയിലേക്ക് ഇങ്ങോട്ട് കുത്തി തിരികിയിട്ട് കാലിൽ ലേശ അകത്തി അങ്ങോട്ട് വെച്ചിട്ട് വേഗം അങ്ങോട്ട് പോയി. എവിടേക്കേ പോയി എന്ന് കൂടി പറഞ്ഞിട്ടില്ല. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് മാളത്തിൽ നിന്നും മെല്ലെ മെല്ലെ അരിച്ചു കയറി ആര് വരുന്നത്. അപ്പോഴേക്ക് ദുര്യോധനൻ തോൽക്കലും ഇവിടെ കെട്ടി വെച്ച് കൊണ്ടുപോകലും തിരിച്ചു കൊണ്ടുവരലും ഉപദേശം തലോടലൊക്കെ കഴിഞ്ഞ് അയാൾ മരത്തിന്റെ ചോട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോഴേക്ക് ഇവൻ മുണ്ട് കുറഞ്ഞോട്ട് എത്തിയിട്ടേ ഉള്ളൂ. മാളത്തിന്റെ ഉള്ളിൽ നിന്ന്. ശരിയല്ലേ? എവിടെയോ പോയി ഒളിച്ചു. ആ കർണനാണ് ഇപ്പൊ വന്ന് വീണ്ടും വിടുവായത്തൻ. ശരിയല്ലേ? ഈ തരം വിടുവായത്തങ്ങളാണ് ആരെ എന്ത് ചെയ്തത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്തല്യായ പദം നമ്മുടെ ദുഷ്പ്രേരണ ചെയ്ത് ദുഷ്ടതയിലേക്ക് കൊണ്ടുപോകണവരൊന്നും ഒഴിവാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മാനസികമായിട്ട് അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകണോരെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, വർജ്യ. എന്താണ് അതിനൊക്കെ വർജ്യാഹ പറഞ്ഞത്? എനിക്ക് ഒഴിവാക്കി പിടിക്കണം എന്നാ പറഞ്ഞു. കൂടെ കൂട്ടരുത്. കാരണം എന്താ വെച്ചോ, പിന്നാക്കം വലിക്കുന്ന ജാതിയെ മുമ്പിലേക്ക് പോവാൻ സമ്മതിക്കില്ലേ? അങ്ങനെ മുമ്പിലേക്ക് പോവാൻ, നമ്മളൊരടി മുമ്പിലേക്ക് പോവാൻ സമ്മതിക്കാത്ത കൂട്ടരെ അല്ലാതെ എന്ത് ചെയ്യരുത്? നമ്മൾ ആശ്രയിക്കാതെ ഒഴിവാക്കി കളയണം. വല്ലാത്ത ബുദ്ധിമുട്ട്. ചിലരങ്ങനെയുണ്ട്, സ്വയം നന്നാവില്ല, ഒരാളെയും നന്നാവാനും സമ്മതിക്കില്ല. വല്ലാത്ത അത് പണ്ടേ ഈ ഞണ്ട പറഞ്ഞ ജന്തുണ്ട്, കണ്ടിട്ടുണ്ടോ? പാടത്തൊക്കെ ഉണ്ടാവും, കടലിലുണ്ട് അത്ര ജാതി. ഇതിനൊക്കെ ഇവര് കടലിലത്തേക്ക് ഞണ്ടിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി സായിപ്പന്മാർക്കൊക്കെ തിന്നാനേ അവർ തിന്നൂത്ര ഇതിനൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കും. എന്നിട്ട് ഇവരിങ്ങനെ കൊട്ടയിലാക്കിയിട്ടേ പിടിച്ച് കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് കൊട്ടയിൽ. അപ്പൊ ഈ കേരളത്തിൽ നിന്ന് പിടിച്ച ഞണ്ട് തമിഴ്നാട് നിന്ന്, പിന്നെ ആന്ധ്ര, പിന്നെ എവിടെയാണ് ബോംബെയിൽ എല്ലാം കൂടി പിടിച്ചത് എല്ലാം കൂടി കൂട്ടിയിട്ട് ബോംബെ അവിടെ ഈ എന്താ പറയുന്നത് തുറമുഖത്ത് കപ്പലിൽ കയറ്റി കൊണ്ടുപോകാനേ അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക ഈ കൊട്ടകളൊക്കെ, ഈ ഞണ്ടോളെ നിറച്ച കൊട്ടകളൊക്കെ. അപ്പൊ ഇങ്ങനെ കെട്ടി മുറുക്കിയിട്ട് കൊട്ടയിലാക്കി കൊണ്ടുവരും. എന്നാലും വായയും കെട്ട് അടച്ചു കെട്ടും, കൊട്ടയുടെ അടപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ തുന്നി കെട്ടിയിട്ട് ഇതിക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകും. അങ്ങനെ പറയാം. അപ്പൊ ഇതിനിങ്ങനെ ഈ വണ്ടിയിൽ കയറ്റാനായിട്ട് കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കുറെ കൊട്ടകളുണ്ടേ. അപ്പൊ ഇതിന്റെ ആഫീസറൊക്കെ ഒന്ന് നോക്കിയപ്പോ ശരിയല്ലേ നോക്കിയപ്പം ഒരു ഭാഗത്തെ കൊട്ട മുഴുവൻ തുറന്ന് കിടക്കുക, അടച്ചിട്ടില്ല, അതിന്റെ വായ അടച്ചിട്ടില്ല. ആഫീസർ ചോദിച്ചു, എന്താ അതിന്റെ വായ അടയ്ക്കാത്ത? ചാടി പോയില്ലേ ഞണ്ടോള് ചോദിച്ചു. അപ്പൊ അവിടുത്തെ പണിക്കാരൻ പറഞ്ഞു, ഇല്ല സാറേ ചാടില്ല. എന്താണോ ചോദിച്ചു. അതൊക്കെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഞണ്ടാണെന്ന് പറഞ്ഞു. എന്താ സാറേ എന്താടോ അങ്ങനെ ചോദിച്ചു. അതെന്താന്നറിയാം സാറേ, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഞണ്ട ചാടി പോയില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ മനസ്സിലായില്ല? ചാടായ അതെന്താ ശണ്ടോ സാറേ? ഒരു ഞണ്ട് ചാടാനായിട്ട് ആ കൊട്ടയുടെ വക്കത്തേക്ക് കയറി പോകുമ്പോ അതിലിരിക്കണം മറ്റേ ഞണ്ട് വലിച്ചു താഴെ കിട്ടോളും. നമ്മൾ നോക്കണ്ട, അവർ തമ്മിലേക്കോളും. എന്തായാലും ആരും കൊട്ടയുടെ പുറത്തേക്ക് പോവില്ല. കാരണം എന്താ ശണ്ടോ, ഒന്നെങ്ങനെങ്കിലും ചാടി പുറത്തേക്ക് പോയി നന്നായി രക്ഷപ്പെട്ട് പോവുച്ചാ ആര് പിടിച്ച് വലിച്ചിടും? എങ്ങനെയുണ്ട് ഞണ്ട്? അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഞണ്ടാത്ര. എങ്ങനെയുണ്ട്? അർത്ഥം മനസ്സിലായില്ലേ? ഈ ഞണ്ടിന്റെ സ്വഭാവമാണ്. ചിലർക്ക് സ്വയം നന്നാവില്ല, ആരെങ്കിലും നന്നായി രക്ഷപ്പെട്ട് കടന്നു കയറി പോകുക സമ്മതിക്കില്ല. ആരെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞ് നല്ല സമ്പ്രദായത്തില് നല്ല മറ്റേ മാതിരിയായിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതു കുളിച്ചു സത്യം നാം നീതിയും ധർമ്മം ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഉദ്രവം ചെയ്യാണ്ട് അങ്ങനെ ജീവിച്ചു പോകുമെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഇങ്ങനെ പോകുമ്പം ചോദിക്കും, പിന്നെ അവനൊക്കെ നന്നായിരിക്കറിയാൻ എങ്ങനെ മോനാണ് തീരുമാനമായി. എന്ത് ഈ വാചകം കേട്ടിട്ടില്ലേ? ഇല്ല പോവാ കേൾക്കാണ്ടിരിക്കട്ടെ. ഇങ്ങനെയാ ലോകം. എന്താ പയ്യല് പണ്ട് മോശമായിട്ട് നിറഞ്ഞ ആളായിക്കോട്ടെ, എന്നും ഇങ്ങനെ മോശക്കാരനായിക്കോട്ടെ, എന്താ നിർബന്ധം? നന്നായിക്കോട്ടെ. അദ്ദേഹത്തിന് നന്നാവാം, നാട്ടുകാര് സമ്മതിക്കില്ല. നാട്ടുകാര് സമ്മതിക്കില്ല. ശരിയോ തെറ്റോ? ശരിയെന്ന് ആര് തെറ്റാന്ന് പറഞ്ഞാൽ ശരി തന്നെയാ. എന്താ കാരണം? ലോകത്തിന്റെ ഒരു ഗതിയാണ്. അങ്ങനെ വിചാരിക്കില്ല, ഞാൻ ഇതിലിപ്പോ ഇങ്ങനെ ആരെങ്കിലും നന്നായിക്കോട്ടെ അങ്ങനെ വിചാരിക്കില്ലേ? അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഈ കർണൻ ഈ ജാതി സമ്പ്രദായക്കാരനാണ്. മുമ്പേക്ക് പോവാൻ ഇങ്ങനത്തെ വിടുവായത്തം പറഞ്ഞ സമ്പ്രദായങ്ങളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദുര്യോധനാണെങ്കിൽ എപ്പോഴും ഈ കർണൻ പദം ഇങ്ങനെ ഇവിടെ മാത്രമുള്ള